പത്തനംതിട്ട റാന്നിയിൽ സൂപ്പർ മാർക്കറ്റിൽ കയറിയ കാട്ടുപന്നിയെ മണിക്കൂറുകൾക്കുള്ളിൽ വെടിവെച്ചു കൊന്നു. കടയുടമ ബീനയെ ആക്രമിച്ച ശേഷം റോഡിലൂടെ ഓടിയ കാട്ടുപന്നിയാണ് റാന്നി പഞ്ചായത്തിലെ ഷൂട്ടർ എത്തി വെടിവെച്ചത്. രാവിലെ 8:30 കൂടിയിട്ടാണ് റാന്നിയിലെ ഈ ബിസ്മി സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് ചേച്ചിയെ പന്നി ഇടിക്കുന്നത്, ബീന ചേച്ചിയെ പന്നി ഇടിക്കുന്നത്. അതിന് കൈക്ക് മുറിവാണ് ചേച്ചിക്ക് സംഭവിച്ചിരിക്കുന്നത്. പൊട്ടലുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ എക്സ്റേ എടുക്കണമെന്നാണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി പെട്ടെന്ന് രാവിലെ ഒരു പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിപ്പോയി. പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. രാവിലെ അന്ന് സാധനം അടുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത്. ഇത് വന്ന് കയറിയപ്പോഴത്തേക്ക് ഒരു ട്രോളി എടുത്ത് മുന്നിലിട്ടായിരുന്നു തടയാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ട്രോളിയും തട്ടി മാറ്റിയിട്ട് ഇപ്പുറത്ത് വഴി എന്നെ ഇട്ട് ഓടിച്ച് ഇവിടെ ഇടിച്ചാണ് ചാക്കിലൊരു സാധനവും എടുത്തിട്ടാണ് ഞാൻ ഇതിനെ തടഞ്ഞത്. തടഞ്ഞ ആ ചാക്കിലെ സാധനവും കയ്യിലുണ്ട്. ഈ കൈയും കൂടെ വെച്ച് തടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കൈക്കിട്ട് 3-4 കുത്തു. ആ 3-4 കുത്ത് കൊണ്ട് പിന്നെ ഞാൻ ഓർത്ത് ഇവിടെ നിന്നിട്ട് രക്ഷയില്ല എന്നുകൊണ്ടാണ് ഇറങ്ങി ഓടിയപ്പോഴത്തേക്ക് വെളിയിലെല്ലാം ആളുണ്ട്. എല്ലാവർക്കും ജീവനിൽ പേടിയുണ്ടല്ലോ. അവരും പതറി ഓടുവാണ്. ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഷെഡിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് നേരെ അങ്ങ് പോവായിരുന്നു. പഞ്ചായത്ത് അതിനെ കൊന്നെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. പിന്നെയും വന്നുകൊണ്ടിരിക്കുമല്ലേ സംഭവങ്ങൾ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ സ്കൂൾ അടുത്തുണ്ട്. ഇത്രയും സ്കൂൾ വലിയ അടുത്തൊരു സ്കൂൾ വന്നിട്ട് എത്ര കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിപ്പോൾ ഇതിന് എന്തെങ്കിലുമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ നിന്ന് ഉണ്ടാവണം. ബീന എന്ന് പറയുന്ന ചേച്ചി കുത്തിയ കാട്ടുപന്നിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വെടിവെച്ച് കൊന്നിരിക്കുകയാണ് പഞ്ചായത്ത്. 1.5 കിലോമീറ്റർ മെയിൻ റോഡിൽ കൂടെ വന്നിട്ടാണ് ഈ എക്സൈസ് ഓഫീസിൻ്റെ അവിടെ വന്നിട്ട് ഈ റബ്ബറിനകത്ത് ഇറങ്ങിയത്. അന്നേരത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞു, മുൻ പ്രസിഡന്റ് അവരെല്ലാവരും അറിഞ്ഞു. എല്ലാവരും ഓടിയെത്തി. ഷൂട്ടർമാർ പെട്ടെന്ന് വന്നു. ഇവിടെ ഇതിനകത്തൂടെ കാടിനകത്തൂടെ 1.5 മണിക്കൂർ അവർ തെരഞ്ഞെടുക്കുകയാണ്. ഈ കപ്പയ്ക്കകത്ത് അവിടെ ഒളിച്ചു കിടക്കുമായിരുന്നു. അങ്ങനെ മറുസൈഡിൽ പോയിട്ടാണ് അതിനെ ആദ്യത്തെ വെടി വെച്ചു. ആദ്യത്തെ വെടി കൊണ്ടത് അതിൻ്റെ വായിലാണ്. അങ്ങനെ അത് കഴിഞ്ഞാൽ അതിൻ്റെ തേറ്റ തന്നെ നമുക്ക് കണ്ടാലറിയാം. ആ തേറ്റയും കൊണ്ടാണ് ഉപദ്രവിച്ചത്. ഈ പന്നി ഇവിടെ വന്നിട്ട് തിരിച്ച് ഞങ്ങളുടെ റമ്പിലോട്ട് വന്നപ്പോഴത്തേനെ രണ്ടാമത്തെ വെടി അദ്ദേഹം അടുത്തത് ഉടനെ അതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് വെച്ചപ്പോഴാണ് താഴെ വീണത്. അപ്പോൾ അങ്ങനെ വലിയ ഒരു അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം അനിവാര്യമല്ലേ? നമ്മുടെ പഞ്ചായത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ കാട് കയറി ഭൂമി കിടപ്പുണ്ട്. അവർക്കെല്ലാം പരാതി ലഭിക്കുന്ന മുറയ്ക്ക് നമ്മൾ മൊബൈലിൽ ഞാൻ തന്നെ വിളിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് അയക്കുന്നുണ്ട്. ഇപ്പം നോട്ടീസ് അയച്ചിട്ട് ചെയ്യാത്തവർക്കെതിരെ കർശന നടപടിയുമായി റാന്നി പഞ്ചായത്ത് മുന്നോട്ട് പോകും. നാട്ടിലിറങ്ങി ഭീതി പരത്തിയ കാട്ടുപന്നീനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ശാശ്വത പരിഹാരം അനിവാര്യമാണ്. റാന്നിയിൽ നിന്നും സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്.